കേരളത്തിൽ 9 മുതൽ 90 വരെ പ്രായമുള്ള ഏതൊരു പെണ്ണിനോട് ചോദിച്ചാലും പൊതു ഇടത്തിൽ വെച്ച് നേരിട്ട ഒരു മോശം അനുഭവമെങ്കിലും അവർക്ക് പറയാനുണ്ടാകും. എനിക്കുണ്ട്. കുറച്ചു നേരത്തേക്ക് നമ്മൾ ഷോക്കിലേക്ക് പോകും. ചിലർക്ക് ആ നിമിഷം പ്രതികരിക്കാൻ കഴിയും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞായിരിക്കും, ചിലർക്ക് പ്രതികരിക്കാനേ കഴിഞ്ഞു എന്ന് വരില്ല. ഷിംജിത ചെയ്തത് ശരിയാണെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല. അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എവിടെയും അവരുടെ വാക്കുകളുമായി ബന്ധമുള്ള ഒരു പ്രവൃത്തിയുമില്ല. ആ ബസ്സിലെ ജീവനക്കാർ ഇന്നതാ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന് ദീപക് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആ അമ്മയോട് എന്ത് പറയും കേരളം? അവരുടെ പൊന്നു മകനെ തിരികെ കൊണ്ടുകൊടുക്കാൻ നമുക്ക് കഴിയുമോ? അതേസമയം ഇന്ന് സമൂഹ മാധ്യമത്തിൽ നടക്കുന്ന വേട്ടയാടലിനോടും യോജിപ്പില്ല. എന്ന് മുതലാണ് സമൂഹ മാധ്യമങ്ങളിൽ നീതിയും തീർപ്പുമൊക്കെ കൽപ്പിക്കാൻ തുടങ്ങിയത്? പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ കോടതിയും നിയമ സംവിധാനങ്ങളും? ശരിക്കും ഈ വീഡിയോ നശിപ്പിച്ചത് ദീപകിന്റെ ജീവിതം മാത്രമല്ല, ശരിക്കും ശാരീരിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ്. ഇനി പരാതി പറഞ്ഞാൽ അവളുടെ നേരെ ഒരു സംശയ ദൃഷ്ടി ഉണ്ടാകും. ഈ ഒറ്റ സംഭവം കൊണ്ട് പൊതു ഇടങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും സ്ത്രീ അനുഭവിക്കുന്ന കടന്നുകയറ്റങ്ങൾ കെട്ടുകഥകളായി മാറില്ല. പരിഹാസങ്ങളോ ട്രോളുകളോ വയലേറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ പൊള്ളുന്ന അനുഭവങ്ങളെ റദ്ദാക്കി കളയുമെന്ന് ആരും കരുതുകയും വേണ്ട.